ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ ദൃശ്യമാധ്യമത്തിലൂടെ എന്നെ ശ്രവിക്കുന്ന നിങ്ങൾക്കേവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മൊഴിഞ്ഞ 7 മൊഴികളുടെ ധ്യാനത്തിലാണല്ലോ നാം ആയിരിക്കുന്നത്. ധ്യാനം എന്ന വാക്കിൻ്റെ അർത്ഥം ധീയുടെ യാനമെന്നാണ്. ധീ എന്നാൽ ബുദ്ധിയെന്നും യാനം എന്നാൽ യാത്രയെന്നും നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയെങ്കിൽ ധ്യാനം ബുദ്ധിയുടെ യാത്രയാണ്. അവനവൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് ജീവിത യാഥാർത്ഥ്യങ്ങളുടെ ഉണ്മയിലേക്ക് ഒരു ധ്യാന ചിന്താത്മകമായ അനുഭവത്തിലൂടെ കടന്നു പോകുവാൻ ഈ ചുരുങ്ങിയ സമയത്തിലൂടെ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതിന് നമ്മെ സഹായിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു തിരുവായി മൊഴിഞ്ഞ ക്രൂശിലെ 5-ാമത്തെ മൊഴിയാണ്. എനിക്ക് ദാഹിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം. അതിൻ്റെ ശേഷം സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവെഴുത്ത് നിവൃത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. ലോകമെമ്പാടുമുള്ള സകല മനുഷ്യർക്കും രക്ഷ നൽകുവാനായിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു കുരിശാരോഹണം ചെയ്തത് എന്നുള്ളത് പരമമായ ഒരു യാഥാർത്ഥ്യമാണ്. ഈ ഔന്നിത്യ രക്തപൂജ നിറവേറ്റാൻ ഉന്നതപീഠമാകുന്ന ക്രൂശിനെ ക്രിസ്തു വരിച്ചത് സ്വമനസാലെയും പൂർണ്ണമായ പിതാവിൻ്റെ ഇൻഹിതത്തോടുള്ള സമർപ്പണത്തോടും കൂടെയായിരുന്നു. ആ സഹന സന്ദർഭത്തിൽ യേശു പറയുന്ന 5-ാമത്തെ മൊഴി എനിക്ക് ദാഹിക്കുന്നു. എനിക്ക് ദാഹിക്കുന്നു എന്ന വചനം കാൽവരിയിൽ മുഴങ്ങിയ 7 മൊഴികളിൽ ഏറ്റവും ചെറിയ മൊഴിയാണ്. അക്ഷരങ്ങൾ കൊണ്ട്, വാക്കുകൾ കൊണ്ട് കുറഞ്ഞ ചെറിയൊരു മൊഴിയാണ്. ക്രിസ്തുവിന് ഏറ്റവും കയ്പായിരിക്കുന്ന അനുഭവത്തെയാണ്, ഏറ്റവും വേദനയുടെ കാഠിന്യത്തിൻ്റെ അനുഭവത്തെയാണ് ഈ കുഞ്ഞു വാക്കുകളിലൂടെ കർത്താവ് നമ്മുടെ മുൻപിൽ പരിശുദ്ധ വചനത്തിലൂടെ നൽകുന്നത്. ക്രിസ്തു പുളിച്ച വീഞ്ഞ് ക്രിസ്തു പുളിച്ച വീഞ്ഞാണ് കുടിച്ചതെങ്കിലും എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ ആ വാക്യത്തിൻ്റെ അനുരണം നമ്മുടെ ജീവിതത്തിലെ കൈപ്പുറ്റ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഒളിവീശുന്നുണ്ട്. ഏറ്റവും ഉന്നതമായ ഔന്നത്യമുള്ള ഈ വാക്കുകളിൽ നിന്ന് ആത്മീക തലവും ഭൗതിക തലവും നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. 2 ലഘുചിന്തകൾ 5-ാമത്തെ മൊഴിയിലൂടെ നിങ്ങളോട് വിനയത്തോടെ പങ്കുവയ്ക്കട്ടെ. ആ ധ്യാന വിചാരങ്ങളിലേക്ക്. 1, കർത്താവ് മൊഴിഞ്ഞ ഈ തിരുമൊഴി വിശുദ്ധ തിരുവെഴുത്തുകളുടെ നിവർത്തിയാണ്. ദിസ് ഈസ് എ ഫുൾഫിൽമെന്റ് ഓഫ് ദ ഹോളി സ്ക്രിപ്ചേഴ്സ്. പരിശുദ്ധ വചനത്തിൻ്റെ നിവർത്തിയായിട്ടാണ് കർത്താവ് എനിക്ക് ദാഹിക്കുന്നു എന്ന മൊഴി ക്രൂശിൽ പറഞ്ഞത്. മനുഷ്യപുത്രനായി അവതരിച്ച യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യൻ്റെ വേദനയാണ്, ഒരു മാനുഷികമായ തലത്തിലുള്ള വേദനയെയാണ് നമുക്ക് ഈ വാക്കുകളിലൂടെ പ്രഥമ ദൃഷ്ടിയാൽ വായിച്ചെടുക്കുവാനായി കഴിയുന്നത്. തിരുവെഴുത്തുകൾ നിവർത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു എന്നാണ് യോഹന്നാൻ സുവിശേഷകൻ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സങ്കീർത്തനം 69 നമുക്ക് ആ തിരുവെഴുത്തിൻ്റെ ഉള്ളടക്കം കാണുവാനായിട്ട് സാധിക്കും. 69-ാം സങ്കീർത്തനം 21-ാമത്തെ വാക്യം. എൻ്റെ ദാഹത്തിന് അവർ എനിക്ക് ചൊറുക്ക കുടിപ്പാൻ തന്നു. മനുഷ്യനായി അവതരിച്ച യേശു ക്രിസ്തുവിൻ്റെ ശാരീരികമായ വേദനയുടെ വ്യാപ്തി എത്രത്തോളം വലുതാണ് എന്നും താൻ അനുഭവിച്ച ഹൃദയഭാരത്തിൻ്റെ വ്യാപ്തി തൻ്റെ ശരീരത്തെ എത്രമാത്രം ബാധിച്ചിട്ടുണ്ടാകുമെന്ന് വ്യക്തമാക്കുന്നത് ആണ് ഈ വാക്കുകൾ. വിശുദ്ധ വചനത്തിൻ്റെ വിശുദ്ധ വചനം നിവൃത്തിയാകേണ്ടതിനാണ് കർത്താവ് ഇത് പറഞ്ഞതെന്ന് നാം പറയുമ്പോഴും ഒരു മനുഷ്യനെന്ന നിലയിൽ മനുഷ്യരോട് താദാത്മ്യം പ്രാപിക്കുന്ന ക്രിസ്തുവിനെയും നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. കർത്താവിന് അവിടെ മാനുഷികമായൊരു ദാഹം ഉണ്ടാകുന്നതിൽ നമുക്ക് തെറ്റു പറയാൻ കഴിയില്ല. കാരണം ഒരു മനുഷ്യൻ സഹിക്കാവുന്നതിനപ്പുറമായ വേദനകൾ, ഒരു മനുഷ്യൻ താങ്ങാവുന്നതിനപ്പുറമായ ശാരീരിക പീഡകളാണ് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിലേക്ക് എത്തുന്നത് വരെ തൻ്റെ യാത്രയിലുടനീളം അനുഭവിച്ച് വന്നത്. തൻ്റെ സഹനങ്ങൾക്കപ്പുറം
വേദവാക്യങ്ങളുടെ നിവർത്തിക്കായി കർത്താവ് അത് പറഞ്ഞു എന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ നിവർത്തിക്കായി പുത്രനായ ക്രിസ്തു, ദൈവമാകുന്ന ക്രിസ്തു ഈ മൊഴി മൊഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാം. പൂർണ്ണ മനുഷ്യനായ യേശു ക്രിസ്തു മനുഷ്യൻ്റെ ജീവിത അനുഭവങ്ങളിലേക്ക് ഇറങ്ങി വന്നതിൻ്റെ യാഥാർത്ഥ്യമാണ്. അതുപോലെ തിരുവെഴുത്തുകളുടെ നിവർത്തിയാകും വണ്ണം കർത്താവ് പറഞ്ഞതാണ് 5-ാമത്തെ മൊഴി എന്ന് നാം മനസ്സിലാക്കി. രണ്ടാമതായി കർത്താവ് പറഞ്ഞ എനിക്ക് ദാഹിക്കുന്നു എന്ന വിശുദ്ധ വാക്കുകൾ ഒരു സമ്പൂർണ്ണ രക്ഷയ്ക്കായുള്ള ദാഹമാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാൻ അല്പ പ്രാധാന്യത്തോടെ ഈ ഒരു ചിന്തയെ കാണുവാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവ് ക്രൂശിൽ എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞത് അത് കേവലം മാനുഷികമായ വെള്ളത്തിനായുള്ള ഒരു ദാഹം മാത്രമായി നമുക്കതിനെ ഒതുക്കുവാനായിട്ട്, അതിനെ ചുരുക്കമായി ചിന്തിക്കുവാനായിട്ട് സാധ്യമല്ല. മറിച്ച് അതൊരു സമ്പൂർണമായ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ദാഹമാണ്. thirst for a holistic salvation. താൻ ഈ ലോകത്തിൽ സകല മനുഷ്യരുടെയും രക്ഷയ്ക്കായി തൻ്റെ പിതാവിൻ്റെ ഇൻഹിതത്തിന് വഴങ്ങി പൂർണ്ണമായി കീഴ്പ്പെട്ട് ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു എന്ന് പരിശുദ്ധ വചനം പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ കർത്താവിൻ്റെ ജീവത്യാഗം സകല മനുഷ്യർക്കും രക്ഷാദായകമായി മാറേണ്ടതുണ്ട്. ആ ദാഹം ഒടുവിലായി ഒരിക്കൽ കൂടെ കർത്താവ് ക്രൂശിൽ പ്രകടമാക്കുന്നു എന്നും നമുക്ക് ചിന്തിക്കുന്നതിൽ തെറ്റില്ല എന്ന് ഞാൻ കരുതുകയാണ്. പാപത്തിൻ്റെ അനിവാര്യ ഫലമായ നിത്യമായ നരകത്തിലേക്ക് പോകുന്ന മനുഷ്യൻ്റെ, മാനവകുലത്തിൻ്റെ ആത്മാവിന് വേണ്ടിയുള്ള ദാഹമാണ് കർത്താവ് ക്രൂശിൽ ഏറ്റവും ഒടുവിൽ ഒരിക്കൽ കൂടെ പറഞ്ഞു വയ്ക്കുന്നത്. ഇന്ന് മനുഷ്യൻ ഉന്മാദത്തിനു വേണ്ടി ദാഹിക്കുകയാണ്. മ്ലേച്ഛകരമായ ജീവിതങ്ങളുടെ പിന്നാലെ ദാഹം പേറി മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഹ്രസ്വമാകുന്ന, ക്ഷണികമാകുന്ന സുഖം മാത്രം തരുന്ന സിന്തറ്റിക് ഡ്രഗ്സുകളുടെ പിന്നാലെ മനുഷ്യൻ ഈ കാലഘട്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പണത്തിനും സ്ഥാനമാനങ്ങൾക്കും പദവികൾക്കും പ്രതാപങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഒടുങ്ങാത്ത ദാഹം പേറി മനുഷ്യൻ ഇങ്ങനെ ഈ ലോകത്തിൻ്റെ പിന്നാലെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രതികാര ദാഹത്തോടെ കഴിയുന്ന മനുഷ്യർ നമ്മുടെ ചുറ്റിലുമുണ്ട്. സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി എന്തിനെന്നില്ലാതെ ഇങ്ങനെ പരക്കം പായുന്ന, ദാഹിച്ച് പരക്കം പായുന്ന മനുഷ്യനെ കാണുവാനായിട്ട് സാധിക്കും. മനുഷ്യരുടെ അംഗീകാരത്തിനും പ്രീതിക്കും വേണ്ടി എന്തും കോംപ്രമൈസ് ചെയ്യുന്ന, ആ ദാഹത്തോടെ അലയുന്ന മനുഷ്യരും നമ്മുടെ ചുറ്റുപാടിലും ഉണ്ട്. ആ മനുഷ്യരോടാണ് നിത്യമായ നരകയാതനയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന മനുഷ്യർ. കർത്താവിൻ്റെ കാരുണ്യ നിമിത്തം പോലും സ്വർഗ സൗഭാഗ്യം നേടുവാൻ സാധ്യതയില്ലാതെ ഈ ലോകത്തിൻ്റെ ദാഹങ്ങളും പേറി നടക്കുന്ന മനുഷ്യർ. ആ മനുഷ്യരുടെ നിത്യമായ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് കർത്താവ് എനിക്ക് ദാഹിക്കുന്നു എന്ന വിശുദ്ധ ക്രൂശിൽ ഒരിക്കൽ കൂടെ ഏറ്റവും ഒടുവിലായി ഒത്തിരി കാര്യങ്ങൾ കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി അവസാനമായ ഒരു കാര്യം കൂടെ കർത്താവ് പറഞ്ഞു വയ്ക്കുക, എനിക്ക് ദാഹിക്കുന്നു ഈ നഷ്ടമായി പോകുന്ന ആത്മാക്കളെ ഓർത്ത്. ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോവുകയാണ്. അവിടെ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ആ വാസസ്ഥലങ്ങൾ ആരുമില്ലാതെ ഒഴിഞ്ഞു കിടക്കുന്നൊരു അനുഭവം ഉണ്ടാകാൻ പാടില്ല. അവിടെ നിത്യമായ സന്തോഷം, സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കേണ്ടതിന് മനുഷ്യരുണ്ടാകണം. ആ ദാഹം, ആ മനുഷ്യർക്ക് അവിടെ സുനിശ്ചിതമായൊരു പാർപ്പിടമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ദാഹം, സമ്പൂർണ്ണ രക്ഷയ്ക്കായിട്ടുള്ള ദാഹം കർത്താവിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വരച്ചെടുക്കുവാനായിട്ട് സാധിക്കും. ക്രിസ്തുവിൻ്റെ ക്രൂശിലെ ദാഹം നാം ധ്യാനിക്കുമ്പോൾ നമുക്ക് വേണ്ടിയുള്ള ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ദാഹമാണ് നാം കാണുന്നത്, നാം കാണേണ്ടത്. ക്രിസ്തുവിൻ്റെ ഈ ആത്മീക ദാഹം ശമിപ്പിക്കുവാൻ നമുക്ക് എന്ത് ചെയ്യുവാനായിട്ട് സാധിക്കും? അല്ലെങ്കിൽ നാം എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ സ്വഭാവത്തിൽ അറിഞ്ഞും ലയിച്ചും അറിയാതെയുമൊക്കെ കിടക്കുന്ന പാപ പ്രവണതകളെ നാം എന്നേക്കുമായി ഉപേക്ഷിച്ച് ക്രിസ്തുവിൻ്റെ മനോഭാവം നമുക്ക് വേണമെന്ന ഒരു തീരുമാനത്തിലേക്ക് ഞാൻ നിങ്ങളും എത്തിച്ചേരണം. സഹനങ്ങൾ നിറഞ്ഞ പാതയിൽ കൂടി സകലവും മറന്ന് അവനവൻ്റെ ജീവിതത്തിലെ ക്രൂശും വഹിച്ച് ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോഴാണ് നാം യഥാർത്ഥ ക്രിസ്ത്യാനികളായി തീരുന്നത്. അത് കർത്താവിൻ്റെ ക്രൂശ് വഹിക്കാനുള്ള ഈ ലോകത്തിൻ്റെ ഇൻപങ്ങളെക്കാൾ ഉപരിയായി
ക്രിസ്തുവിൻ്റെ ക്രൂശ് വഹിപ്പാനുള്ളൊരു ദാഹം. ആ ക്രൂശ് വഹിച്ച് ഒടുവിൽ സ്വർഗീയ സൗഭാഗ്യത്തിൽ കർത്താവിനോടൊപ്പം വാഴുന്ന ഒരു നിത്യതയ്ക്കായുള്ള ദാഹം, ആ ദാഹം നമ്മിലുണ്ടാകട്ടെ. ക്രൈസ്തവ മൂല്യം നിലച്ചു പോകാതെ നമ്മുടെ തീക്ഷ്ണതയും ദാഹവും നശിച്ചു പോകുന്ന ആത്മാക്കളെ നേടുന്നതിന് വേണ്ടി നാം വിനിയോഗിക്കുമെങ്കിൽ നമുക്ക് ക്രിസ്തുവിൻ്റെ ദാഹം തീർക്കുന്ന ഭടന്മാരുടെ നിരയിൽ, മുൻനിരയിൽ നിന്നുകൊണ്ട് അനേകായിരങ്ങളെ ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുക്കുവാനായിട്ട് സാധിക്കും. ക്രിസ്തുവിൻ്റെ തിരുരക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് മാത്രമല്ല, ക്രൂശിലെ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനും കൂടെ നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ്, നമ്മെ അതിനായി സ്വാധീനിക്കുകയാണ്, നമ്മെ അതിനായി ആഹ്വാനം ചെയ്യുകയാണ്. കൊടിയ വേദനകൾ ആത്മദാഹത്തിൻ്റെ ഇടമാണെങ്കിൽ ആ ദാഹം ഒരു സഹനമാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ, കൊടിയ വേദനകൾ ആത്മദാഹത്തിൻ്റെ ഇടമാണെങ്കിൽ ആ ദാഹം ഒരു സഹനമാണ്. ക്രൂശിലെ ക്രിസ്തുവിനെ നോക്കി ആ ദാഹം നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് സ്വാംശീകരിക്കാം. ആത്മാക്കളെ നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ദാഹം, സ്വയം കർത്താവിൻ്റെ സൈന്യത്തിൽ അംഗമായി ചേരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ദാഹം, നശിച്ചു പോകുന്ന ആത്മാക്കളെ നേടുവാനുള്ള ദാഹം, ആ ദാഹം നമ്മിലുണ്ടാകട്ടെ. ഈ ലോകത്തിൻ്റെ ഇൻപങ്ങൾക്കായുള്ള ദാഹമല്ല, കർത്താവിൻ്റെ സന്നിധിയിലെ സമാധാനമാകുന്ന വാഴുവിനായുള്ള ദാഹം. ആ ദാഹം നമ്മെ ഭരിക്കട്ടെ. ഈ ചിന്തകളാൽ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സകല മഹത്വവും ജീവനുള്ള ദൈവത്തിന് മാത്രം അർപ്പിക്കുന്നു. ആമേൻ.